വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി ടെമ്പിയ സവദിൽ മാറടാ വല്ലൽ നബി മഹമൂദൻ ഹൗലിന്ന് വെള്ളം കുടിക്കുന്നോരാരടാ. അസ്സലാമു അലൈക്കും സഹോദരങ്ങളെ, ഞാനൊരു പാട്ടാദ്യം പാടിയത് നമ്മളിപ്പോൾ ഈ കാലത്ത് കാണുന്ന പല റീലുകളും അതുപോലെ തന്നെ പല പ്രോഗ്രാമുകളും, അത് കല്യാണ സദസ്സാവട്ടെ മറ്റുള്ള പ്രോഗ്രാമുകളാവട്ടെ, അവിടെയുള്ള ഇവരുടെ പേക്കൂത്തുകൾ ഇങ്ങനെ അധികരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഏത് പാട്ടിന് ഡാൻസ് കളിക്കണം, ഏതൊക്കെ പാട്ട് എങ്ങനെയൊക്കെ പാടണം, അതിനെ എത്രത്തോളം മോശമാക്കാം എന്ന രൂപത്തിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാനിടയായ ഒരു റീലുണ്ടായിരുന്നു. ഒരു ഡാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയിട്ടും മറ്റുമൊക്കെ ആയിട്ടുള്ള ഒരു ഡാൻസ് പ്രോഗ്രാം. എന്താണ് ഇതിൽ കളിക്കുന്നവർ വെച്ച പാട്ട് എന്ന് പറയുന്നത്? അള്ളാഹുവിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ തന്നെ നിന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും വിഷമമുണ്ടാക്കിയ മരണത്തിനുടമയായ ഷഹീദായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ ധീരതയെ വിളിച്ച് പറയുന്ന ഒരു പാട്ടുണ്ട്, വമ്പുറ്റ ഹംസ റളിയല്ലാഹു എന്ന് പറയുന്ന ആ ഒരു സോങ്. അതൊക്കെ നമ്മൾ വളരെ ആദരവോടെയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടാണ്. ആ ഒരു ഗാനത്തെയാണ് എടുത്ത് ഡാൻസ് കളിച്ച് റീലാക്കി മാറ്റുന്നത്. ഓരോരോ ഖദീജ ബീവിയുടെ പാട്ടെടുത്ത് കുറെ ആൾ കളിച്ചു. ഇങ്ങനെ മരണത്തെക്കുറിച്ചുള്ള പാട്ട് പോലും ഡാൻസ് കളിച്ചുകൊണ്ട് പാടുകയാണ് വളരെ ആവേശത്തോടെ. ഇത് ആറടിമണ്ണ് കുഴിച്ചൊരു ഖബറുണ്ടാക്കി. ഖബറിനെ കുറിച്ചും നാളെ മരണത്തെക്കുറിച്ചും അതിന് കിടക്കണതിനെ കുറിച്ചും പറയുമ്പോൾ അവിടെ ഇതാ ഇങ്ങനെയാണ്, ആറടി മണ്ണ് ഇതൊരു ആവേശത്തോടു കൂടിയാക്കാം. അല്ല സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏത് പാട്ട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിലല്ല, ഏതൊരു ഗാനത്തിന്റെയും വരികളും അതിന്റെ മഴയും അതൊക്കെ അറിഞ്ഞു വേണം നിങ്ങൾ റീലോ എന്തോ വെച്ച് ചെയ്തോളൂ. പക്ഷെ അതൊക്കെ അറിഞ്ഞു വേണം ചെയ്യാൻ. ഒന്നിനെയും ഒന്നുമല്ലാതാക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഇപ്പോൾ പേക്കൂത്തുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന് സപ്പോർട്ടീവായി ഒരുപാട് പേർ ഔ സൂപ്പർ അടിപൊളി എന്ന് പറയാൻ. സഹോദരങ്ങളെ, ഇത് ഏത് മതസ്ഥരുടേതെന്നല്ല, ഏത് മതസ്ഥരുടേതാണെങ്കിലും അവർ ആദരിക്കുന്ന അല്ലെങ്കിൽ അവർ ബഹുമാനിക്കുന്ന ഏതൊന്നിനെ കുറിച്ചുമുള്ള പാട്ടാവട്ടെ മറ്റുമാവട്ടെ അതിനെ അവഹേളിക്കുന്നത് അത് നല്ലതല്ല. അത് ഏതൊരു മതസ്ഥരുടേതാവട്ടെ ഏതൊരു മതക്കാർ ചെയ്യുന്നതാവട്ടെ തെറ്റ്, എല്ലാം തെറ്റ് തന്നെയാണ്. അത് മനസ്സിലാക്കുക. നമ്മളൊരു ദിവസം കാലത്തിന് താഴെ വീഴേണ്ടവരാണ്. ആ വീഴ്ചയിൽ നമ്മളെ കൊണ്ട് മറ്റുള്ളവർ സംസാരിക്കുന്നത് ഓ ഈവൻ അതല്ലേ പാട്ടുപാടിയല്ല കളിച്ചവനല്ലേ എന്ന ഇതിലാവരുത്. നമ്മളെ കുറിച്ച് നന്മ പറയുന്നതിലേക്ക് എത്തിക്കുക. നാഥൻ തുണക്കട്ടെ.